നമസ്കാരം. ക്യൂ മലയാളം UK ന്യൂസിലേക്ക് സ്വാഗതം. ഭാര്യയെ തീകൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച മലയാളി യുവാവ് അറസ്റ്റിൽ. നോർത്തേൺ അയർലൻഡിലെ ആൻഡ്രീമിലെ ഒക്ടേ ഡ്രൈവിൽ താമസിക്കുന്ന ജോസ്മാൻ ശശിയെയാണ് അറസ്റ്റിലായത്. ഇയാൾക്കെതിരെ കൊലപാതക ശ്രമത്തിനും ഗാർഹിക പീഡനത്തിനും പോലീസ് കേസെടുത്തു. ഇവർ താമസിച്ചിരുന്ന വീടിന് കഴിഞ്ഞ മാസം 26-ന് രാത്രി 10 മണിയോടെയാണ് ജോസ്മാൻ തീയിട്ടത്. ശരീരത്തിൽ 25% പൊള്ളലേറ്റ നിലയിലാണ് യുവതിയെ കണ്ടെത്തിയത്. അതേസമയം സംഭവത്തിൽ ഭർത്താവിനെതിരെ യുവതി പരാതി നൽകിയിട്ടില്ല. ജോസ്മാന്റെ ജാമ്യാപേക്ഷ ക്രൗൺ കോടതി തള്ളി. കേസിന്റെ വിചാരണ ഒക്ടോബർ 22-ന് തുടങ്ങും. ബ്രിട്ടനിൽ ആദ്യമായി എത്തിയ മുത്തപ്പൻ വെള്ളാട്ടം കാണാൻ നൂറുകണക്കിന് ആളുകൾ. കെന്റ്, ലെസ്റ്റർ എന്നിവിടങ്ങളിലാണ് മുത്തപ്പൻ വെള്ളാട്ടം നടന്നത്. ലെസ്റ്ററിൽ നിന്ന് UK മലയാളിയും ബെറ്റർ ഫ്രെയിംസ് സ്റ്റുഡിയോ ഫോട്ടോഗ്രാഫറുമായ സജു അത്താണി പകർത്തിയ ചിത്രങ്ങളാണ് ഇതിനോടകം സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത്. ഹൈന്ദവ വിശ്വാസപ്രകാരം കിരാതമൂർത്തിയാണ് മുത്തപ്പൻ. മലബാർ മേഖലയിലാണ് മുത്തപ്പൻ വെള്ളാട്ടം കൂടുതലായി കണ്ടുവരുന്നത്. യൂത്ത് മൊബിലിറ്റി സ്കീം പരിഗണിക്കാൻ UK EUവിൽ നിന്ന് സമ്മർദ്ദം നേരിടുന്നു. ബ്രെക്സിറ്റിന് ശേഷം EUവുമായുള്ള ബന്ധം പുനഃസജ്ജമാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി യൂത്ത് മൊബിലിറ്റി സ്കീമിൽ ചേരുന്നത് പരിഗണിക്കാൻ കെയർ സ്റ്റാർമർ നിലവിൽ EUവിൽ നിന്ന് സമ്മർദ്ദം നേരിടുന്നു. ഭാവിയിലെ ചർച്ചകളുടെ ഒരു നിർണായക വശമായി ഇതിനെ വീക്ഷിക്കുന്നു. പ്രധാനമന്ത്രി എന്ന നിലയിൽ ആദ്യമായി ബ്രസൽസിലേക്ക് പോകുമ്പോൾ കെയർ സ്റ്റാർമർ താൻ ഒരു യൂറോപ്യൻ യൂത്ത് മൊബിലിറ്റി സ്കീമിന് തയ്യാറെടുക്കേണ്ടതുണ്ടെന്ന് സൂചിപ്പിച്ചു. ആസിഡ് ആക്രമണത്തിൽ സ്കൂൾ വിദ്യാർത്ഥിനിക്ക് ഗുരുതര പരിക്ക്. നോർത്ത് ലണ്ടനിൽ സ്കൂളിന് പുറത്ത് നടന്ന ആസിഡ് ആക്രമണത്തിൽ 14 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റു. കൂടെയുണ്ടായിരുന്ന 16-കാരനായ മറ്റൊരു കുട്ടിയും പരിക്കുകളോടെ ആശുപത്രിയിലാണ്. ഇവരെ സഹായിക്കാൻ ശ്രമിക്കുന്നതിനിടെ മറ്റൊരു ജീവനക്കാരിക്കും ചെറിയ പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. വെസ്റ്റ്ബോൺ പാർക്കിലെ വെസ്റ്റ്മിൻസ്റ്റർ അക്കാദമിയിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് സ്കൂൾ സമയത്തിന് ശേഷമാണ് സംഭവം നടന്നത്. ആൽഫ്രഡ് റോഡിലൂടെ എത്തിയ ഒരു പുരുഷൻ കുട്ടികൾക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ ശേഷം രക്ഷപ്പെടുകയായിരുന്നുവെന്ന് പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. കറുത്ത വസ്ത്രം ധരിച്ച ഇയാൾ ഈ സ്കൂട്ടറിലാണ് സഞ്ചരിച്ചിരുന്നത്. സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് അധികൃതരും മറ്റ് രക്ഷാപ്രവർത്തകരും സ്ഥലത്തെത്തി. സംഭവത്തെ തുടർന്ന് സ്കൂളിന് അവധി നൽകിയിരിക്കുകയാണ്. ഇറാന് മുന്നറിയിപ്പുമായി ഇസ്രായേൽ. ചൊവ്വാഴ്ച വൈകുന്നേരം ഇറാൻ ഇസ്രായേലിലേക്ക് 200ഓളം മിസൈൽ ആക്രമണം നടത്തിയതിനെ തുടർന്ന് ഇതിനെതിരെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകുന്നു. പ്രദേശത്ത് വ്യാപകമായ സംഘർഷങ്ങൾ ഉണ്ടാകുമെന്ന ആശങ്കകൾക്കിടയിലും ആക്രമണത്തോട് പ്രതികരിക്കാൻ സൈന്യത്തിന് പദ്ധതിയുണ്ടെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനയുടെ വക്താവ് ഡാനിയൽ ഹഗാരി പറഞ്ഞു. ചൊവ്വാഴ്ച വൈകുന്നേരത്തെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് ഗുരുതരമായ പരിക്കുകളൊന്നും ഉണ്ടായിട്ടില്ല എന്നും ഇസ്രായേൽ അധികൃതർ പറഞ്ഞു. ഇറാൻ മിസൈൽ അയച്ച സമയത്ത് ആകാശത്തുണ്ടായിരുന്ന വിമാനങ്ങൾ പലതും തിരിച്ചു പറന്നു. ഇന്ത്യയിലേക്കുള്ള വിമാനങ്ങൾ പലതും റദ്ദാക്കി. ഫ്രാങ്ക്ഫർട്ടിൽ നിന്നും ഹൈദരാബാദിലേക്കും മുംബൈയിലേക്കുമുള്ള ലുഫ്താൻസയുടെ ഉൾപ്പെടെയുള്ള വിമാനങ്ങൾ പലതും ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ആക്രമണം നടക്കുമ്പോൾ വിമാനങ്ങൾ തുർക്കിക്ക് മുകളിലായിരുന്നു. യുദ്ധം കാരണം വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നത് ഏറ്റവും അധികം ബാധിക്കുക UK ഉൾപ്പെടെ പാശ്ചാത്യ രാജ്യങ്ങളിൽ താമസിക്കുന്ന ഇന്ത്യക്കാരെയാണ്. വിമാനങ്ങൾ വഴിതിരിച്ചുവിടുന്നതുവഴി യാത്രാ സമയം വർദ്ധിക്കും. ചില സന്ദർഭങ്ങളിൽ വിമാനങ്ങൾ റദ്ദ് ചെയ്യേണ്ടി വരുന്നതും പ്രവാസികളുടെ ദുരിതം വർദ്ധിപ്പിക്കും. 15ാമത് യുക്മ ദേശീയ കലാമേള 2024 നവംബർ 2-ന് ചെൽട്ടൻഹാമിൽ. 15ാമത് യുക്മ കലാമേള നവംബർ 2-ാം തീയതി ചെൽട്ടൻഹാമിൽ വെച്ച് നടത്തുവാൻ ദേശീയ സമിതി തീരുമാനിച്ചു. കഴിഞ്ഞ വർഷങ്ങൾ ചെയ്തതുപോലെ ദേശീയ കലാമേളയ്ക്ക് അനുയോജ്യമായ ലോഗോ രൂപകൽപ്പന ചെയ്യുവാനും കലാമേള നഗറിന് ഉചിതമായ പേര് നിർദ്ദേശിക്കുവാനും യുക്മ ദേശീയ സമിതി അപേക്ഷകൾ ക്ഷണിക്കുന്നു. യുക്മ ദേശീയ കലാമേളയിലും ബന്ധപ്പെട്ട എല്ലാ പ്രചാരണോപാധികളിലും തിരഞ്ഞെടുക്കപ്പെടുന്ന ലോഗോയും പേരും ഉപയോഗിക്കുന്നതാണ്. ലോഗോയും പേരും സമർപ്പിക്കാനുള്ള അവസാന തീയതി ഒക്ടോബർ 7 തിങ്കളായിരിക്കും. ദേശീയ കലാമേളയ്ക്ക് മുന്നോടിയായി നടക്കുന്ന കലാമേളകൾക്കുള്ള ഒരുക്കങ്ങൾ റീജിയണൽ കമ്മിറ്റി നേതൃത്വം ഇതിനോടകം ആരംഭിച്ചു കഴിഞ്ഞു. ഒക്ടോബർ 5 ശനി മുതൽ ഒക്ടോബർ 26 ശനി വരെയാണ് വിവിധ റീജിയനുകളിൽ കലാമേള നടക്കുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലേതുപോലെ ഏതൊരു UK മലയാളിക്കും ലോഗോ നഗർ മത്സരങ്ങളിൽ പങ്കെടുക്കാവുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്ന ലോഗോ രൂപകൽപ്പന ചെയ്യുന്ന വ്യക്തിക്ക് ക്യാഷ് അവാർഡും മൊമെന്റോയും നഗർ നാമകരണത്തിനായി തെരഞ്ഞെടുക്കപ്പെടുന്ന പേര് നിർദ്ദേശിക്കുന്ന വ്യക്തികളിൽ നിന്നും നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് മൊമെന്റോയും കലാമേള വേദിയിൽ വെച്ച് നൽകുന്നതാണ്. കലയെയും സംസ്കാരത്തെയും നെഞ്ചിലേറ്റുന്ന UK മലയാളികളുടെ ആവേശമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് 15ാമത് യുക്മ ദേശീയ കലാമേള. ഇത് വൻ വിജയമാക്കി തീർക്കുവാൻ ഏവരുടെയും പിന്തുണയും സഹകരണവും ഉണ്ടാകണമെന്ന് യുക്മ ദേശീയ സമിതിക്കു വേണ്ടി പ്രസിഡന്റ് ഡോക്ടർ ബിജു പെരിങ്ങത്തറ അഭ്യർത്ഥിച്ചു. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. ചാനൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കണം.